LDF കൺവീനർ സ്ഥാനത്തു നിന്ന് നീക്കിയതു മുതൽ ഇ.പി. ജയരാജൻ പ്രതിഷേധം തുടരുകയാണ്. ഇപ്പോഴും നിസ്സഹകരണം പ്രകടിപ്പിക്കുക എന്ന നിലപാടിലാണ് അദ്ദേഹമുള്ളത്. പാർട്ടി നിശ്ചയിക്കുകയും ക്ഷണിക്കുകയും ചെയ്തിട്ടും പരിപാടികളിൽ പങ്കെടുക്കാതിരിക്കുകയാണ് അദ്ദേഹം. ഏറ്റവും ഒടുവിൽ കണ്ണൂരിൽ നടന്ന ചടയൻ ഗോവിന്ദൻ അനുസ്മരണത്തിൽ നിന്നാണ് ഇ.പി. ജയരാജൻ വിട്ടുനിന്നത്. ആരോഗ്യ പ്രശ്നങ്ങൾ മൂലമാണ് ഇ.പി. ജയരാജൻ പരിപാടിയിൽ പങ്കെടുക്കാതിരുന്നതെന്ന് കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായ എം. വി. ജയരാജൻ വിശദീകരിച്ചിരുന്നു. ഇ.പി. ജയരാജൻ ചികിത്സയിലാണെന്നും വീട്ടിൽ പോയാൽ കാണാമെന്നുമാണ് എം. വി. ജയരാജൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. വിട്ടുനിൽക്കുന്നത് അതൃപ്തി മൂലമല്ലെന്നും പാർട്ടിയെ അറിയിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പരിപാടിയിൽ ഇ.പി. പങ്കെടുക്കുമെന്ന് ജില്ലാ നേതൃത്വം അറിയിച്ചിരുന്നു. പരിപാടിയിൽ ഇ.പി. പങ്കെടുക്കുമെന്നായിരുന്നു കഴിഞ്ഞ ദിവസം കണ്ണൂർ CPM ജില്ലാ സെക്രട്ടേറിയറ്റ് ഇറക്കിയ പ്രസ്താവനയിലും അറിയിച്ചിരുന്നത്. എന്നാൽ തിങ്കളാഴ്ച പരിപാടിയിൽ ഇ.പി. ജയരാജന്റെ അസാന്നിധ്യം ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. തുടർന്ന് മാധ്യമങ്ങളുടെ ചോദ്യത്തിന് കണ്ണൂർ ജില്ലാ സെക്രട്ടറി എം. വി. ജയരാജൻ പറഞ്ഞതാണ്, ഇ.പി. ആയുർവേദ ചികിത്സയിലാണ്, അല്ലാതെ അതൃപ്തിയൊന്നുമില്ല. രാവിലെ വീട്ടിൽ പോയാൽ നിങ്ങൾക്ക് അദ്ദേഹത്തെ കാണാമെന്ന്. അതേസമയം ഇ.പി. ജയരാജൻ വിട്ടുനിന്ന പാർട്ടി പരിപാടിയിൽ പരോക്ഷ വിമർശനവുമായി PB അംഗം വിജയരാഘവൻ രംഗത്തെത്തിയിരുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലായാലും ചില ആളുകൾക്ക് തെറ്റായ ധാരണകൾ ഉണ്ടാകുമെന്ന് അദ്ദേഹം പ്രതികരിച്ചു. ഞാൻ പാർട്ടിക്ക് വേണ്ടി കുറെ ചെയ്തു, എനിക്ക് ഈ പാർട്ടി തിരിച്ചൊന്നും ചെയ്തില്ല എന്ന് ചിന്തിക്കുന്നവരാണ് അവരെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുകയുണ്ടായി. നേരത്തെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെടാത്തപ്പോഴും PB അംഗത്വം നിഷേധിക്കപ്പെട്ടപ്പോഴും ഇതേ നിലപാടായിരുന്നു ഇ.പി. ജയരാജൻ സ്വീകരിച്ചത്. അന്നൊക്കെ സംസ്ഥാന നേതൃത്വം ഇടപെട്ട് പ്രവർത്തനങ്ങളിലേക്ക് തിരികെ കൊണ്ടുവരികയാണ് ചെയ്തത്. നിലവിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റും സംസ്ഥാന സമിതിയും ചേർന്നാണ് ഇ.പിയെ LDF കൺവീനർ സ്ഥാനത്തു നിന്നും ഒഴിവാക്കാൻ തീരുമാനിച്ചത്. അതിനുശേഷം ഇതുവരെ പാർട്ടി പരിപാടികളിൽ അദ്ദേഹം പങ്കെടുക്കുകയോ മാധ്യമങ്ങളോട് സംസാരിക്കുകയോ ചെയ്തിട്ടില്ല. കഴിഞ്ഞയാഴ്ച നടന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ പങ്കെടുത്തിരുന്നില്ല. ഇതിന് പിന്നാലെയാണ് കണ്ണൂരിൽ നടന്ന ചടയൻ ഗോവിന്ദൻ അനുസ്മരണത്തിനും അദ്ദേഹം എത്താതിരുന്നത്. ഇ.പി. പരിപാടിയിലേക്ക് ക്ഷണിക്കുകയും അദ്ദേഹം പങ്കെടുക്കുമെന്ന് ജില്ലാ സെക്രട്ടറി വാർത്താക്കുറിപ്പിൽ അറിയിക്കുകയും ചെയ്തതാണ്. പുഷ്പാർച്ചനയിൽ പങ്കെടുക്കുമെന്നായിരുന്നു ജില്ലാ കമ്മിറ്റിയുടെ പത്രക്കുറിപ്പിൽ ഉണ്ടായിരുന്നതെങ്കിലും പാർട്ടി പരിപാടിയിൽ പങ്കെടുക്കാതെ അദ്ദേഹം മാറി നിന്നു. കഴിഞ്ഞ 10 ദിവസമായി മാധ്യമങ്ങളെ കാണാനോ പൊതുപരിപാടികളിൽ പങ്കെടുക്കാനോ ഇ.പി. ജയരാജൻ തയ്യാറായിട്ടില്ല. കണ്ണൂർ പയ്യമ്പലത്ത് നടന്ന ചടയൻ ഗോവിന്ദൻ അനുസ്മരണ പരിപാടിയിലായിരുന്നു ഇ.പി. പങ്കെടുക്കാതെ വിട്ടുനിന്നത്. അതേസമയം LDF കൺവീനർ സ്ഥാനത്ത് നിന്ന് നീക്കിയ ശേഷം ഇ.പി. കടുത്ത അതൃപ്തിയിലാണ്. അതിനുശേഷം പാർട്ടി പരിപാടികളിൽ പങ്കെടുക്കാനോ മാധ്യമപ്രവർത്തകരോട് പ്രതികരിക്കാനോ ഇ.പി. തയ്യാറാകാതിരുന്നത് പാർട്ടിയെ ഏറെ പ്രതിസന്ധിയിലാക്കുന്നുണ്ട്. ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി മാധ്യമപ്രവർത്തകരെ ഒഴിവാക്കിയ ഇ.പി. ജയരാജൻ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അറിയിക്കാമെന്നായിരുന്നു പറഞ്ഞത്. ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുൻപ് കേരളത്തിന്റെ ചുമതലയുള്ള BJP നേതാവ് പ്രകാശ് ജാവദേക്കറുമായി കൂടിക്കാഴ്ച നടത്തിയതാണ് ഇ.പിയുടെ കസേര തെറിപ്പിച്ചത്. ഈ കൂടിക്കാഴ്ച തിരഞ്ഞെടുപ്പിൽ CPMന് തിരിച്ചടിയായെന്ന വിലയിരുത്തലുണ്ടായിരുന്നു. വോട്ടെടുപ്പ് ദിവസമായിരുന്നു കൂടിക്കാഴ്ച സംബന്ധിച്ച് ഇ.പി. തുറന്നു പറഞ്ഞത്. കൺവീനർ സ്ഥാനം ഒഴിയാൻ ഇ.പി. താല്പര്യം പ്രകടിപ്പിച്ചില്ലെങ്കിലും അതിനപ്പുറത്തേക്ക് സംഘടനാപരമായി കൺവീനർ സ്ഥാനത്ത് നിന്നും നീക്കി നടപടിയെടുക്കാൻ പാർട്ടി തീരുമാനിക്കുകയായിരുന്നു. പ്രകാശ് ജാവദേക്കറുമായി കൂടിക്കാഴ്ച നടത്തിയെന്ന കാര്യം ഇ.പി. സ്ഥിരീകരിച്ചിരുന്നു. രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഭാഗമായി നേതാക്കൾ പലരെയും കാണാറുണ്ട്, താനും ജാവദേക്കറെ കണ്ടിരുന്നു എന്നായിരുന്നു ഇ.പിയുടെ മറുപടി. ഇത് പാർട്ടിയെ വെട്ടിലാക്കുകയും മുഖ്യമന്ത്രിയുടെ പരസ്യമായ തള്ളിപ്പറയലിനപ്പുറം നടപടി വേണം എന്ന ആവശ്യം ശക്തമാവുകയും ചെയ്തിരുന്നു. ജയരാജനെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ രംഗത്തെത്തുകയായിരുന്നു. കളങ്കിതരുമായുള്ള സൗഹൃദത്തിൽ ഇ.പിക്ക് ജാഗ്രത ഉണ്ടായിരുന്നില്ല എന്നായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കുറ്റപ്പെടുത്തൽ. നിലപാടിൽ പിണറായി വിജയനെ പിന്തുണച്ചുകൊണ്ട് CPM സംസ്ഥാന സെക്രട്ടറി എം. വി. ഗോവിന്ദനും രംഗത്തെത്തിയിരുന്നു. ദല്ലാൾ നന്ദകുമാറിനൊപ്പം തിരുവനന്തപുരത്ത് മകന്റെ വീട്ടിലെത്തിയായിരുന്നു ഇ.പിയും ജാവദേക്കറും കൂടിക്കാഴ്ച നടത്തിയത്. പ്രകാശ് ജാവദേക്കറുമായി ദല്ലാൾ നന്ദകുമാറിന്റെ സാന്നിധ്യത്തിൽ കൂടിക്കാഴ്ച നടത്തിയെന്ന വിവാദമാണ് ഇ.പിക്ക് സ്ഥാനം നഷ്ടമാകാൻ കാരണമായിരിക്കുന്നത്. കൂടിക്കാഴ്ച പാർട്ടിയെ പ്രതിസന്ധിയിലാക്കിയെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. അതേസമയം ഇ.പി. ജയരാജന് BJP നേതാവ് രാജീവ് ചന്ദ്രശേഖറുമായി ബിസിനസ് ബന്ധമുണ്ടെന്ന പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ ആരോപണം പാർട്ടി നേതൃത്വത്തെ ഏറെ പ്രതിസന്ധിയിലാക്കിയിരുന്നു.
ലോക്സഭാ തിരഞ്ഞെടുപ്പ് കാലത്തായിരുന്നു ഈ ആരോപണം ഉയർന്നത്. രാജീവ് ചന്ദ്രശേഖറുമായി ബന്ധമില്ല എന്നായിരുന്നു EP ഈ വിഷയത്തോട് പ്രതികരിച്ചത്. EP ജയരാജനെ കണ്ടിട്ടില്ല എന്ന് രാജീവ് ചന്ദ്രശേഖറും വ്യക്തമാക്കിയിരുന്നു. ഇതിനിടയിൽ രാജീവ് ചന്ദ്രശേഖറിന്റെ ഉടമസ്ഥതയിലുള്ള നിരാമയ റിട്രീറ്റിന്റെ ജീവനക്കാരും EP-യുടെ കുടുംബവും ഒന്നിച്ചുള്ള ചിത്രം പുറത്തു വന്നിരുന്നു. ഇതോടെ പാർട്ടി കൂടുതൽ പ്രതിരോധത്തിലായി. ഇതിനിടയിലായിരുന്നു EP ജയരാജൻ BJP നേതാവായ പ്രകാശ് ജാവദേക്കറുമായി കൂടിക്കാഴ്ച നടത്തിയെന്ന വാർത്ത പുറത്തുവരുന്നത്. EP ഇത് സമ്മതിക്കുക കൂടി ചെയ്തതോടെ പാർട്ടി കടുത്ത നടപടിയിലേക്ക് എത്തുകയായിരുന്നു. കഴിഞ്ഞ ഓഗസ്റ്റ് 31-നാണ് EP-യെ LDF കൺവീനർ സ്ഥാനത്ത് നിന്ന് നീക്കി TP രാമകൃഷ്ണനെ പകരം ചുമതല ഏൽപ്പിച്ചത്. എന്തായാലും പാർട്ടിയിൽ നിന്നും പാർട്ടി പരിപാടികളിൽ നിന്നും വിട്ടുനിൽക്കാൻ തന്നെയാണ് EP ജയരാജന്റെ തീരുമാനം. ഈ തീരുമാനം നാളെ ഒരു മുന്നണി മാറ്റത്തിലേക്ക് മാറുമോ എന്നത് സംശയിക്കേണ്ടിയിരിക്കുന്നു.